ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷകൾക്ക് 5 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രൊഫൈൽ തയ്യാറാക്കുക. കുറച്ച് ഹിൻസ് തരും, അത് ഉപയോഗിച്ച് ഒരാളുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. എല്ലാ കുട്ടികൾക്കും വളരെ സിമ്പിളായി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് പ്രൊഫൈൽ. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിൽ 4 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, പ്രൊഫൈലിന് ഹെഡിങ് വേണം. എന്താണ് പ്രൊഫൈലിൻ്റെ ഹെഡിങ്? ആരെക്കുറിച്ചാണോ നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാൻ തന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രൊഫൈലിൽ കൊടുക്കേണ്ടത്. ഉദാഹരണം, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചാണ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത് എങ്കിൽ പ്രൊഫൈലിൻ്റെ ഹെഡിങ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നായിരിക്കണം. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത് എങ്കിൽ ഹെഡിങ്ങിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്നായിരിക്കണം കൊടുക്കേണ്ടത്. കൂട്ടത്തിൽ അദ്ദേഹം മരിച്ച വർഷം ഹിൻസിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് നന്നാകും. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ജനനവർഷവും മരണവർഷവും കൊടുക്കുക. ഇതാണ് ഹെഡിങ്. രണ്ടാമത്തത്, തന്നിരിക്കുന്ന ഹിൻസുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നിരിക്കുന്ന എല്ലാ സൂചനകളും സെൻറ്റൻസുകളാക്കി എഴുതുക. ഒരു സൂചനയും അതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. എല്ലാ സൂചനകളും ഉപയോഗിക്കുക. മൂന്നാമത്തത്, എല്ലാ സെൻറ്റൻസുകളും തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് സെൻറ്റൻസുകളാക്കി എഴുതി ആ സെൻറ്റൻസുകളെല്ലാം ഒരു പാരഗ്രാഫാക്കി തയ്യാറാക്കുക. എല്ലാ സെൻറ്റൻസുകളും ഒരു പാരഗ്രാഫായി തയ്യാറാക്കുക. നാലാമത്തത്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് എന്നീ ടെൻസിലാണ് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. അതായത് വ്യക്തിയുടെ ജനനം, മരണം, നേടിയ അവാർഡുകൾ, വിദ്യാഭ്യാസം ഇവയൊക്കെ സിമ്പിൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. വ്യക്തിയുടെ കൃതിയുടെ പേര്, ഫാമിലി മെമ്പേഴ്സ് ഇവയൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് പ്രൊഫൈലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കൊരു വ്യക്തിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ നമുക്കൊരു ഹിൻസ് തരും, പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹിൻസ് തരും. ആ ഹിൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്താണ് അതിൽ പറഞ്ഞത് എന്നിട്ടാണ് നമ്മൾ പ്രൊഫൈൽ എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ഹിൻസ് തന്നിരിക്കുന്നു. ഇതിൽ ബോൾഡാക്കി എഴുതിയിട്ടുള്ളതാണ് ഹിൻസ്. അതിൽ ബർത്ത് 7 മെയ് 1861, പ്ലേസ് കൊൽക്കത്ത, ഫേമസ് ആസ് പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പെയിൻറ്റർ, മേജർ വർക്ക്സ് ഗീതാഞ്ജലി, അവാർഡ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, ഡെത്ത് 1941. ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഹിൻസ്. അപ്പോൾ ആദ്യം നൽകിയിരിക്കുന്ന ഹിൻസ് നന്നായി വായിക്കുക. എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതുക. പ്രൊഫൈലിൽ ബർത്ത് ഉണ്ടാകും, അതുപോലെ പ്ലേസ് ഉണ്ടാകും, ജനന വർഷവും ജനന സ്ഥലവും ഉണ്ടാകും. ഉണ്ടെങ്കിൽ അത് രണ്ടും എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം വർഷവും ജനന സ്ഥലവും. ആദ്യം നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഹെഡിങ്ങിന് താഴെ അദ്ദേഹത്തിൻ്റെ പേര് എഴുതണം. ഇപ്പോൾ ഇവിടെ നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കുറിച്ചുള്ള പ്രൊഫൈലാണ്. അപ്പം രവീന്ദ്രനാഥ് ടാഗോർ എന്നിട്ട് കൊടുക്കേണ്ടത് വാസ് ബോൺ ഓൺ 7th May 1861 ഇൻ കൊൽക്കത്ത. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ ജനന ദിവസം കൊടുക്കുന്നത് വാസ് ബോൺ എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ പ്രൊഫൈലും ഇതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജനന വർഷം സൂചിപ്പിക്കേണ്ടത്. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ എന്നിട്ട് നമ്മൾ ആ ഡേറ്റ് കൊടുക്കുക. ചില പ്രൊഫൈലുകളിൽ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നിട്ടിട്ട് വർഷം മാത്രം കൊടുത്താൽ മതി. ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓൺ 7th May. വർഷം മാത്രമാണെങ്കിൽ ഇൻ 1861.
രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഇൻ 1861 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഡേറ്റ് ഉണ്ടെങ്കിൽ, തീയതി ഉണ്ടെങ്കിൽ അവിടെ ഓൺ കൊടുക്കുക. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ 7th May 1861. ഇവിടെ ഓൺ കൊടുത്താൽ പിന്നെ 7th May എന്ന് കഴിഞ്ഞിട്ട് ഇന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺ 7th May 1861. ഇനി അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, ജനനസ്ഥലം കൊൽക്കത്തയാണ്. അപ്പം ഒരു ജനനസ്ഥലമാണ് കൊടുത്തത് എങ്കിൽ അവിടെ ഇന്ന് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ഒരൊറ്റ സ്ഥലമാണ് ഉപയോഗിച്ചത് എങ്കിൽ ഇന്ന് ഉപയോഗിക്കുക. ഒന്നിലധികം സ്ഥലങ്ങൾ കൊടുക്കുന്ന പ്രൊഫൈലിൽ പ്രാധാന്യം കുറഞ്ഞ സ്ഥലം ആദ്യം കൊടുക്കുക. അതിന് മുമ്പിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. പ്രാധാന്യം കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം. ഉദാഹരണം, അറ്റ് മോങ്ങം എന്നിട്ട് കോമ കൊടുക്കുക, മലപ്പുറം എന്ന് കൊടുക്കുക. അല്ലാതെ അറ്റ് മോങ്ങം ഇൻ മലപ്പുറം എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മലപ്പുറം എന്ന് മാത്രമാണ് കൊടുത്തത് എങ്കിൽ ഇൻ മലപ്പുറം എന്ന് കൊടുക്കുക. അപ്പോൾ 2 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ ചെറിയ സ്ഥലം ആദ്യം കൊണ്ടുവരിക, അതിനു മുമ്പിൽ അറ്റ് ചേർക്കുക, എന്നിട്ട് കോമ കൊടുത്തിട്ട് അടുത്ത സ്ഥലം പറയുക. ഇങ്ങനെയാണ് പ്ലേസ് ഓഫ് ബർത്ത് എഴുതേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള മറ്റൊരു ഹിൻസാണ് ഫേമസ് ആസ്. അദ്ദേഹം അറിയപ്പെടുന്നത് പോയറ്റായിട്ട്, ഷോർട്ട് സ്റ്റോറി റൈറ്ററായിട്ട്, അതുപോലെ പെയിൻ്ററായിട്ട്. ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഹി വാസ് ഫേമസ് ആസ് എ പോയറ്റ്, കോമ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പെയിൻ്റർ. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം ഒന്നെഴുതുക, അതിനുശേഷം കോമയിട്ട് അടുത്തത് എഴുതുക, എന്നിട്ട് അവസാനത്തതിൻ്റെ മുമ്പ് ആൻഡ് ചേർക്കുക. ഇവിടെ ചേർത്ത് നിങ്ങൾ കണ്ടില്ലേ? ഹി വാസ് ഫേമസ് ആസ് എ പോയറ്റ്, കോമ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അവസാനത്തതാണ് പെയിൻ്റർ, അതിൻ്റെ മുമ്പ് ആൻഡ് ചേർത്തു, ആൻഡ് പെയിൻ്റർ. ഇനി അദ്ദേഹത്തിന് തന്നിരിക്കുന്ന മറ്റൊരു ഹിൻസാണ് മേജർ വർക്ക്സ്. ഇവിടെ ഒരു വർക്കേ തന്നിട്ടുള്ളൂ, ഗീതാഞ്ജലി. കൂടുതൽ വർക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു വർക്ക് കൊണ്ടുവരിക, എന്നിട്ട് കോമ കൊടുക്കുക, നെക്സ്റ്റ് വർക്ക്, അതിന് ശേഷം കോമ, അവസാനത്തെ വർക്കിൻ്റെ മുമ്പ് ആൻഡ് ചേർക്കുക. ഓക്കെ, അപ്പം മേജർ വർക്ക്സ് ഗീതാഞ്ജലിയാണ്. ഹിസ് ഫേമസ് വർക്ക്സ് ഈസ് ഗീതാഞ്ജലി. ഇവിടെ നമ്മൾ വർക്കിൻ്റെ കൃതിയുടെ പേര് കൊടുക്കുമ്പം അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു. മുമ്പ് ഉപയോഗിച്ചത് ഫേമസ് ആസ്, ഈ വാസ് ഫേമസ് ആസ് എ പോയറ്റ്. അദ്ദേഹം ഒരു പോയറ്റായിട്ട് അറിയപ്പെട്ടിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അതുപോലെ പെയിൻ്റർ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. ഹി വാസ് ഫേമസ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ അവാർഡ്സ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. ഹിസ് ഫേമസ് വർക്ക്സ് ഈസ് ഗീതാഞ്ജലിയാണ്. ഇനി അടുത്ത് നൽകിയിരിക്കുന്നതാണ് അവാർഡ്. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 1913. ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദീകരിക്കുമ്പം ഹി വോൺ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1913. അവിടെ വർഷത്തിൻ്റെ മുമ്പ് ഇന്ന് ചേർത്തു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സൂചനയാണ് ഡെത്ത് 1941. അതെങ്ങനെ കൊടുക്കാം? ഹി ഡൈഡ് ഇൻ 1941. ഇവിടെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഓണ് കൊടുക്കുക, വർഷത്തിൻ്റെ മുമ്പ് ഇന്ന് കൊടുക്കുക. ഇതിനെ ഹി ഡൈഡ് എന്നുള്ളതിന് മറ്റൊരു രൂപത്തിൽ നമുക്ക് പറയാം, ഹി പാസ്ഡ് അവേ ഇൻ 1941 എന്നും കൊടുക്കാം. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയതാണ്. ഇത് ഒരു പ്രൊഫൈല് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതിയത് ഹെഡിങ് കണ്ടില്ലേ? രവീന്ദ്രനാഥ് ടാഗോർ 1961, 1861, 1941. എന്നിട്ട് അടിയിൽ രവീന്ദ്രനാഥ് ടാഗോർ ഫേമസ് പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പെയിൻ്റർ വാസ് ബോൺ ഓൺ 7th May
1861 in Kolkata. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആസ് ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ 3 ഹിൻസുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്: ബർത്ത്, പ്ലേസ്, ഫേമസ് ആസ്. അപ്പോൾ ഇതുപോലെ ഫേമസ് ആസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അറിയപ്പെടുന്ന മേഖല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ എഴുതുന്നതായിരിക്കും നന്നാവുക. അതായത് രവീന്ദ്രനാഥ് ടാഗോർ, ഫേമസ് പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പെയിൻറ്റർ. ഇങ്ങനെയുള്ള രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ 7th May 1861 ഇൻ കൊൽക്കത്ത. ഈ ഒരു രൂപത്തിൽ എഴുതുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ അവിടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് കഴിഞ്ഞിട്ടൊരു കോമ കൊടുക്കണം. എന്നിട്ട് ഫേമസ് പോയറ്റ്, കോമ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പെയിൻറ്റർ, വാസ് ബോൺ ഓൺ 7th May 1861 ഇൻ കൊൽക്കത്ത. ശേഷം ഈസ് ഫേമസ് വർക്ക്സ് ഈസ് ഗീതാഞ്ജലി. ഹി വോൺ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1913. ഹി ഡൈഡ് ഇൻ 1941. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രൊഫൈൽ കൂടി ഒന്ന് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈലാണ്. അദ്ദേഹത്തിൻ്റെ വർഷം, ജനന വർഷം കൊടുത്തിട്ടുണ്ട് 21 January 90. ഇതിൽ അദ്ദേഹത്തിൻ്റെ ജനനം കൊടുത്തിട്ടുണ്ട്, ജനനസ്ഥലം കൊടുത്തിട്ടുണ്ട്, നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്, നോണാസ് കൊടുത്തിട്ടുണ്ട്. നോണാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേമസ് ആസ് തന്നെയാണ്. അപ്പം ഇത് 3ഉം ഒരൊറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെ? വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കൊടുത്തിട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ പോപ്പുലർ ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, വാസ് ബോൺ ഓൺ 21st January. ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വാസ് ബോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ജനനത്തിൻ്റെ മുമ്പ്, നമ്മൾ ജനനം ഡേറ്റിന് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ്. അതുപോലെ സ്ഥലം കൊടുത്തപ്പോൾ 2 സ്ഥലമുള്ളത് കൊണ്ട് പ്രാധാന്യം കുറഞ്ഞ സ്ഥലത്തിൻ്റെ മുമ്പ് അറ്റ് ചേർത്തു. അറ്റ് തലയോലപ്പറമ്പ്, കോമ, വൈക്കം എന്നാണ് കൊടുത്തത്. അല്ലാതെ അറ്റ് തലയോലപ്പറമ്പ് ഇൻ വൈക്കം എന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസിൽ കൊടുക്കാൻ പറ്റിയ ഹിൻസുകളെല്ലാം ഒരൊറ്റ സെൻറ്റൻസ് ആക്കി തന്നെ കൊടുക്കുക. നോണാസ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുക. അതുപോലെ നാഷണാലിറ്റിയും ഉൾപ്പെടുത്താം. വൈക്കം മുഹമ്മദ് ബഷീർ പോപ്പുലർ ഇന്ത്യൻ, അവിടെ നാഷണാലിറ്റി വന്നു. പിന്നെ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അവിടെ അദ്ദേഹം നോണാസ് വന്നു. പിന്നെ ഫ്രീഡം ഫൈറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയല്ലാത്തത് കൊണ്ട് അത് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. വാസ് ബോൺ ഓൺ 21 January, ഇവിടെ മാസത്തിൻ്റെ പേര് സൂചിപ്പിക്കണം, നമ്പർ ഇട്ട് പോകല്ല, മാസത്തിൻ്റെ പേരാണ് സൂചിപ്പിക്കേണ്ടത്. 1908 അറ്റ് തലയോലപ്പറമ്പ്, വൈക്കം. എന്നിട്ട് നമുക്ക് ഫ്രീഡം ഫൈറ്റർ, ഹി വാസ് ഓൾസോ എ ഫ്രീഡം ഫൈറ്റർ എന്ന് ഉൾപ്പെടുത്താം. ഇനി രണ്ടാമത്തെ ഹിൻസാണ് സ്പൗസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, ഇണയുടെ, സ്പൗസ് എന്ന് പറഞ്ഞാൽ ഇണയുടെ പേര് ഫാബി ബഷീർ. ഹിസ് വൈഫ് ഈസ് ഫാബി ബഷീർ. അവിടെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരൊക്കെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഹിസ് വൈഫ് ഈസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ബാല്യകാലസഖി, മതിലുകൾ, പാത്തുമ്മയുടെ ആട്. ഇങ്ങനെ ഒരാളുടെ വർക്കുകൾ കൊടുത്താൽ അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട റൈറ്ററാണ് എങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പുതിയ സെൻറ്റൻസുകൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഹി റോട്ട് മെനി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ മലയാളം ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യകാരനെക്കുറിച്ച് ഷേക്സ്പിയറുടെ പ്രൊഫൈലാണ് തയ്യാറാക്കേണ്ടത് എങ്കിൽ
അവിടെയും നമുക്ക് ഹി റോട്ട് മെനി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്, ഡ്രാമാസ്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ഡ്രാമാസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് കൊടുക്കാം. സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാലസഖി, മതിലുകൾ ആൻഡ് പാത്തുമ്മയുടെ ആട്. ഇവിടെയൊക്കെ ഒന്നിലധികം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യത്തതിന് ശേഷം കോമ കൊടുക്കുക, പിന്നെ അവസാനത്തതിന് മുമ്പ് ആൻഡ് ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹി റോട്ട് മെനി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറി ഇൻ മലയാളം ലിറ്ററേച്ചർ. സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാലസഖി, മതിലുകൾ ആൻഡ് പാത്തുമ്മയുടെ ആട്. ഇനി അദ്ദേഹത്തിൻ്റെ അവാർഡ്: വള്ളത്തോൾ അവാർഡ് 1993, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1970, പത്മശ്രീ അവാർഡ് 1982. ഇതും നമുക്കെങ്ങനെ കൊടുക്കാം? ഹി ഗോട്ട് മെനി അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻ ഹിസ് കരിയർ. ഇങ്ങനെ അവാർഡൊക്കെ ചേർക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സെൻറ്റൻസ് ആണ് ഹി ഗോട്ട് മെനി അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻ ഹിസ് കരിയർ. ഹി വോൺ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1970, പത്മശ്രീ ഇൻ 1982 ആൻഡ് വള്ളത്തോൾ അവാർഡ് 1993. ഇവിടെ അവാർഡുകൾ കൊടുക്കുമ്പോൾ വർഷം അത് ഓർഡർ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യം കിട്ടിയത് ആദ്യം കൊടുക്കുക, അവസാനം കിട്ടിയത് അവസാനം ചേർക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ മരണം 5 ജൂലൈ 1994, ബേപ്പൂർ, കാലിക്കറ്റ്. ഇത് നമുക്ക് ഹി പാസ്ഡ് അവേ ഓൺ 5th ജൂലൈ 1994 അറ്റ് ബേപ്പൂർ, കാലിക്കറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ ചെറിയ സ്ഥലത്തിന് മുമ്പ് അറ്റ് ചേർത്തു. ഓക്കെ, ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഇൻ. കാലിക്കറ്റ് മാത്രമാണ് കൊടുത്തത് എങ്കിൽ 1994 ഇൻ കാലിക്കറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൻ്റെ എങ്ങനെ തയ്യാറാക്കിയതിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ. ഇവിടെ നമ്മൾ ഡേറ്റ് ചേർത്തത് ശ്രദ്ധിച്ചല്ലോ, ബ്രാക്കറ്റിൽ ഡേറ്റ് ചേർത്തത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഒന്നിലധികം പേരുകളുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം ഇതിൽ നിങ്ങൾ വൈക്കം എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്ററാണ്, മുഹമ്മദ് എന്നുള്ളതിൻ്റെ എം ക്യാപിറ്റൽ ലെറ്ററാണ്, ബഷീർ എന്നുള്ളതിൻ്റെ ബി ക്യാപിറ്റൽ ലെറ്ററാണ്. ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ഒന്നിലധികം പേരുകളുണ്ടെങ്കിൽ എല്ലാ പേരിൻ്റെയും തുടക്കത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുകയും വേണം. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ പോപ്പുലർ ഇന്ത്യൻ നോവലിസ്റ്റ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ ചെറിയ പ്രൊഫൈലാണ്. ഈ ഒരു രൂപത്തിൽ ഒരൊറ്റ പാരഗ്രാഫ് ആക്കിയിട്ട് തന്നിരിക്കുന്ന ഹിൻസുകളൊക്കെ ഉപയോഗിച്ചാണ് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും വിട്ടുപോകാതെ ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.